ഞങ്ങൾ തൃശ്ശൂർക്ക് ഒരു യാത്ര പോവാണ്. അപ്പോൾ ഈ പ്രിയദർശിനി ഇറങ്ങിയതിന് ശേഷം ഒരു ദിവസമെങ്കിലും നമുക്ക് ആ ബസ്സുകളിൽ കയറി പോകണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പം എനിക്കറിയാം സമയം ഒരുപാട് പിടിക്കും, എങ്കിലും ഒരു പ്രാവശ്യങ്ങൾ അതൊന്ന് പ്രയോജനപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ ചക്കച്ചമ്പാക്ക് വന്നിട്ട് ഞങ്ങൾ കോട്ടയത്തേക്കുള്ള പ്രിയദർശിനിയിൽ കയറി 5:40 ബസ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കോട്ടയത്തെത്തി. കോട്ടയത്ത് തട്ടുകുളത്തേക്ക് പോയി. തട്ടുകുളത്ത് നിന്ന് ഞങ്ങൾ നേരെ പോയത് മൂവാറ്റുപുഴ ചെന്ന് അവിടെ കുറച്ച് നേരം നമുക്ക് നിൽക്കേണ്ട വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ബസ് വരണം വരെ. അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് ഞങ്ങൾ പെരുമ്പാവൂർക്ക് കയറാണ്. പെരുമ്പാവൂർ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് പ്രിയദർശിനി ബസ് ആ സമയത്തില്ല. കണക്ട് ചെയ്ത് ഞങ്ങളങ്ങനെ പോവാണ്. അപ്പോൾ പെരുമ്പാവൂർ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഫാസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. ഉണ്ട്, പ്രിയദർശിനി ഉണ്ട്, പക്ഷേ അത് കാലത്തെ സമയങ്ങളിലങ്ങാണ്ട് ഒരു 2-3 മണിക്കൂറുണ്ട്, പിന്നെ വൈകിട്ടങ്ങാണ്ട് അത്രയേ ഉള്ളൂ. ഇടസമയങ്ങളിൽ പ്രിയദർശിനി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതെ ആ ഒരു പൈസ കൊടുക്കാണ്ടെന്നുള്ളതല്ല, എങ്കിലും അങ്ങനൊരു സൗജന്യ യാത്ര നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് ഫാസ്റ്റ് ഞങ്ങൾ അങ്കമാലിക്കാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ആ ചേച്ചിക്ക് കൊടകരയ്ക്കാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്കമാലിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അത് കോഴിക്കോട് വരെ പോകുന്ന ബസ്സാണ് ആ സൂപ്പർ ഫാസ്റ്റ്. പക്ഷേ ഞങ്ങൾ അങ്കമാലിയിൽ ആ ചേച്ചി ഞാനുള്ളത് ആ ചേച്ചി കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്കമാലിയിൽ തൃശ്ശൂർക്കുള്ള പ്രിയദർശിനി ഞങ്ങൾ ചെന്ന വഴിക്കുണ്ട്. ഞാൻ ചേച്ചി കൊടകര ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇത് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾ പിന്നെ ഒല്ലൂർ കണക്കാട്ടിക്കെടുത്ത് ഒല്ലൂർ ഇറങ്ങി ഇത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ഇതിൻ്റെ വേറൊരു രസം എന്ന് പറയണത്, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കയറി കഴിഞ്ഞിട്ട് ഒരു അമ്മയും മകളും അവർ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പൊങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ ബസ്സിൽ കയറിയായിരുന്നു. പിന്നെ അവർ പെരുമ്പാവൂർ വന്നു കഴിഞ്ഞപ്പോൾ നേരെ അങ്ങ് പൊങ്ങത്തേക്കുള്ള ഇതെടുത്തിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വരുന്നതൊന്നും അമ്മയ്ക്ക് അറിയില്ല, വീട്ടിലാർക്കും അറിയത്തൊന്നുമില്ല. അപ്പോൾ ഒരു സസ്പെൻസായിട്ടാണ് ഞങ്ങൾ ഈ വരണത്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ മകളെ ഞാൻ മുന്നോട്ട് വിട്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഒളിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ വന്നേന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ വാതിലുമൊക്കെ തട്ടി തന്നെയാണ് ബസ്സിൽ കയറി വരുന്നേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അപ്പോൾ വാതിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അടുക്കളയിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു. വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം പിടിച്ചായിരുന്നു. പക്ഷേ ഇതിൻ്റെ രസം എന്ന് പറയുന്നത് ഇവൾ തനിച്ച് വന്നു എന്ന് തന്നെയാണ് അവരെല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നെ കണ്ടതില്ല. അതിൻ്റെ ആ ഒരു സന്തോഷം, തനിച്ച് വന്നതിൻ്റെ ആ പെട്ടെന്ന് തന്നെയുള്ള ഒരു വരവല്ലേ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അനിയത്തിയാണ്. അപ്പോൾ അനിയത്തി അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ കൂടെ. അത് കഴിഞ്ഞിട്ട് അമ്മ വരുന്നുണ്ട്. അമ്മയും നോക്കിയിട്ട് അമ്മ തിണ്ണയ്ക്ക് വന്ന് നോക്കിയായിരുന്നു ശരിക്കും ആരെങ്കിലും വരുന്നുണ്ടോ, പുറകെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന്. പക്ഷെ ആരും കണ്ടില്ല കേട്ടോ. അവരത്ര ഇല്ലാണ് നിൽക്കുന്നത്. പ്രതീക്ഷിക്കാണ്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ബഹളമായിരുന്നു അവിടെ. അമ്മ അത് കേട്ട് അമ്മ അവിടെ കിടക്കായിരുന്നു വയ്യാണ്ട്. അമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുക. ഇരുട്ട് ഇതാണ് കേട്ടോ, മൂടിക്കിടക്കുന്നൊരു സമയമായിരുന്നു. അതിനകത്തേക്ക് പെട്ടെന്ന് വെളിച്ചൊന്നും കിട്ടത്തില്ല കേട്ടോ. അമ്മ അവളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയത്, എന്നിട്ട് ഞായറാഴ്ച പോരുകയും ചെയ്തു കേട്ടോ. അമ്മ ഞാനുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വരുവാണ്. അമ്മയ്ക്ക് എന്തൊരു നുണ പറയണ പോലെ തോന്നുന്നു. വയ്യ. അപ്പോഴേക്ക് ഞാൻ കയറി വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ അധികം ഇനി അമ്മ മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വീട് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അനിയത്തിയുടെ കുഞ്ഞൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം പോരണല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ നിറവേറ്റാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പം അമ്മേനൊന്ന് പോയി കാണണം. സൗജന്യ യാത്ര ചെയ്ത് ഒന്ന് തൃശ്ശൂർ വരെ എത്തണേൽ 54 രൂപ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് പെരുമ്പാവൂരിൽ നിന്ന് എന്താ പറയുക അങ്കമാലി വരെ വന്നു. എങ്കിലും പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ അതൊന്നും നോക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അന്ന് 5:45 ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ 1:45 വീട്ടിലെത്തണത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, 10, 10:30, 11 മണിയാകുമ്പോൾ എത്തേണ്ട ഞങ്ങളാണ് ഈ 1:45. അപ്പം ഞാൻ തിരിച്ചു പോകുന്ന രംഗമാണ്. പിറ്റേ ദിവസം പള്ളിയിലാണ് തൃശ്ശൂർ കുർബാനയൊക്കെ കണ്ട് പിന്നെ അവിടെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം.